Hello, I'm Susan. Welcome back to my channel Healthy Yummy Bites. പ്രോൺസ് റോസ്റ്റ് രുചികരമായി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെമി ഗ്രേവിയോടുകൂടെയുള്ള അല്പം എരിവും പുളിയും ഒക്കെയുള്ള പ്രോൺസ് റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. ഞാനൊരു 1/2 കിലോ പ്രോൺസ് ആണ് എടുത്തിരിക്കുന്നത്. ക്ലീൻ ചെയ്യാത്ത 1/2 കിലോ പ്രോൺസ്. അത് ക്ലീൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്നൂടെ ഞാൻ കാണിച്ചു തരാം. പുറമേ ഉള്ള ഷെല്ലെല്ലാം മാറ്റി ആദ്യം എടുക്കണം. അതിനുശേഷം നടുവേ ഒന്ന് വരിഞ്ഞ് അതിൻ്റെ വെയിൻ മാറ്റിയെടുക്കണം. ഇതുപോലെ ഒന്നുകൂടെ കാണിച്ചു തരാം. പുറമേ ഉള്ള ഷെല്ല് മാറ്റിയെടുക്കാം. ഇതിങ്ങനെ പെട്ടെന്ന് ഊരിയെടുക്കാവുന്നതാണ്. ഒന്ന് വലിച്ചാൽ പെട്ടെന്ന് ഇതിൻ്റെ പുറത്തെ ഷെല്ലിങ് ഊരി വരും. മുമ്പേ കാണിച്ചതുപോലെ എൻ്റെ നടുവേ ഒന്ന് വരിഞ്ഞ് അതിൻ്റെ നടുക്കുള്ള വെയിൻ അത് ഡൈജഷനൊക്കെ പ്രോബ്ലമാണ്. അതുകൊണ്ട് അത് ഊരി മാറ്റുക എന്നുള്ളത് നിർബന്ധമായും ചെയ്തിരിക്കണം. പ്രോൺസ് എല്ലാം നല്ലതായി കഴുകിയെടുത്തിട്ടുണ്ട്. 3 പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയതാണ്. ഇനി അതിലേക്ക് 1 സ്പൂൺ ഉപ്പും 1 സ്പൂൺ വിനേഗരിയും കൂടെ ചേർത്ത് വീണ്ടും നല്ലതായി ഞെരടി ഒന്ന് കഴുകിയെടുക്കാം. ഇങ്ങനെ നല്ലതായി ഞെരടി കഴുകുന്ന കാരണം അത് വളരെ ക്ലീൻ ആവുകയും അതിൻ്റെ വല്ല മണം ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുകയും ചെയ്യും. ഇതിന് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കാം. പ്രോൺസ് എല്ലാം നല്ലതായി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയും ഇത് കുറച്ച് മസാല ചേർത്ത് മാറ്റി വെക്കണം. അതിനായി കുറച്ച് മസാല എല്ലാം തയ്യാറാക്കാം. അതിനായി ഞാൻ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും 1 സ്പൂൺ നാരങ്ങ വെള്ളവും ചേർത്ത് മിക്സ് ചെയ്യുന്നു. ഈ മസാല കൂട്ടിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പ്രോൺസ് ഇട്ട് നല്ലതായി മിക്സ് ചെയ്തെടുക്കാം. ഈ മസാല എല്ലാം കൂടെ നല്ലതായി പ്രോൺസിലേക്ക് പുരട്ടി പിടിപ്പിക്കാം. എല്ലാ പ്രോൺസിലേക്കും മസാല നല്ലതായി പിടിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. മസാലയൊക്കെ പ്രോൺസിൻ്റെ അകത്തോട്ട് ഇറങ്ങി ചെല്ലുവാൻ വേണ്ടി ഇത് സഹായിക്കും. ഈ സമയം കൊണ്ട് നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയ ഉള്ളിയും ടൊമാറ്റോയും ഒക്കെ സ്ലൈസ് ചെയ്തെടുക്കാം. 2 ഓണിയനും 1 ടൊമാറ്റോയും 10 വെളുത്തുള്ളി അല്ലിയും 2 ഇഞ്ച് സൈസ് ജിഞ്ചറും എടുത്തിട്ടുണ്ട്. ഉള്ളിയും ടൊമാറ്റോയും നീളത്തിൽ തിന്നായി സ്ലൈസ് ചെയ്തെടുക്കുന്നു. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി ക്രഷ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് ഒരു പാൻ ചൂടാക്കി 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് പ്രോൺസ് നല്ലതായി നിരത്തിയിട്ട് ഒന്ന് ചെറുതായി ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു സൈഡ് 2 മിനിറ്റ് നേരം ഫ്രൈ ചെയ്തെടുക്കാം. 2 മിനിറ്റിന് ശേഷം തിരിച്ചിട്ട് മറ്റേ സൈഡും അതുപോലെ തന്നെ ചെറുതായി ഫ്രൈ ചെയ്തെടുക്കുക. പ്രോൺസ് അധികം നേരം ഫ്രൈ ചെയ്യണ്ട, ഹാർഡായി പോകും. പിന്നെ അത് കടിക്കാൻ പ്രയാസമാകും, റബ്ബർ പോലെ ഇരിക്കും. അതുകൊണ്ട് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പ്രോൺസ് ആവശ്യത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1-2 തണ്ട് കറിവേപ്പിലയും കൂടെ വിതറി 1 മിനിറ്റ് കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിന് മാറ്റിയൊരു പ്ലേറ്റിലേക്ക് ഇട്ട് മാറ്റി വെക്കാം. സെയിം തവയിലോട്ട് തന്നെ ഒരു 2 സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് വഴറ്റിയെടുക്കാം. സവാള നല്ലതായി വഴന്നു വരുമ്പോൾ ഒരു ചെറിയ ലൈറ്റ് ബ്രൗൺ നിറമാകുമ്പോൾ അതിലേക്ക് ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കറി ലീഫും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നല്ലതായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലതായി വഴറ്റിയെടുക്കുക. ഈ സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയ ശേഷം കുറച്ച് ഡ്രൈ മസാല ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും ചേർക്കുന്നു. പൊടികളൊക്കെ കരിഞ്ഞു പോകാതെ ചെറുതീയിൽ നന്നായിട്ട് ഇളക്കി വഴറ്റണം. മസാലയുടെ പച്ചമണമൊക്കെ മാറി ചെറുതായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം.
വീണ്ടും എല്ലാം കൂടെ നന്നായി ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കാം. ഉപ്പിടുന്നത് കൊണ്ട് തക്കാളി എളുപ്പം വഴന്ന് കിട്ടും. അതിനുശേഷം ഒരു 1/2 കപ്പ് വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് നന്നായി ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെച്ച് ഒരു 5 മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം. ടൊമാറ്റോ ഒക്കെ നല്ലതായി വെന്തുടഞ്ഞിട്ടുണ്ട്. പ്രോൺസിന് ആവശ്യമായ മസാല റെഡിയാണ്. ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത പ്രോൺസ് ചേർത്ത് മിക്സ് ചെയ്യാം. നല്ല എരിവ് കിട്ടുന്നതിനായി 1 സ്പൂൺ കുരുമുളക് ചതച്ചതോടെ ചേർക്കുന്നു. എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ടേസ്റ്റ് നോക്കി ഉപ്പ് ആവശ്യത്തിന് അഡ്ജസ്റ്റ് ചെയ്യണം. പ്രോൺസ് റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പ്രോൺസ് റോസ്റ്റ് സൈഡ് ഡിഷായി ചപ്പാത്തി, പൊറോട്ട, റൈസിൻ്റെ കൂടെ ഒക്കെ വിളമ്പാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഈ പ്രോൺസ് റോസ്റ്റ് നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഷെയർ ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തുന്നതാണ്. തീർച്ചയായും കാണണം. താങ്ക് യു.